അന്ന് എങ്ങനെയാണ് നിങ്ങളെ വീട്ടിലെത്തുന്നത്? എന്താണ് അന്ന് സംഭവിച്ചത്? നമുക്ക് ഏകദേശം ഒരു 2:30 ടൈമിലാണ് കോള് വരുന്നത്. കോള് വന്നപ്പോൾ നമ്മളോട് പറഞ്ഞു എറണാകുളം ഭാഗത്തേക്ക് ഒരു ബോഡി കൊണ്ടുപോകാനുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ ചോദിച്ചു എന്ത് പറ്റിയതാണെന്ന് ചോദിച്ചു. പറഞ്ഞു പ്രായം ചെന്ന ഒരാളാണ്, പിന്നെ ശ്വാസം മുട്ട് പറ്റി മരണപ്പെട്ടതാണ് എന്ന് പറഞ്ഞു. ഞങ്ങൾ ചെന്നപ്പോൾ മാന്യമായിട്ട് പള്ളിയിലൊക്കെ പോയി ജോലി ചെയ്തിട്ടുണ്ടെന്ന ആൾക്കാരാണ്. കൊറോണയെ പറഞ്ഞാൽ മതിയല്ലോ, കൊറോണയെ തന്നെ കുറ്റം പറഞ്ഞാൽ മതി. കാരണം ഈ കൊറോണ കാരണമാണെന്നല്ലോ ഈ ഓൺലൈനകത്ത് കുറേ ക്ലാസ്സും യൂട്യൂബിനകത്ത് കുറേ ചാനലുകളും ഒക്കെ ഉണ്ടാക്കിയത്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് സക്സസ് ആവുന്നില്ല പ്രസവിക്കാൻ. 10 മാസം ഞാൻ കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഇനി BP, പ്രഷർ, ഷുഗർ ഇതെല്ലാം ചെക്ക് ചെയ്ത് ഇഞ്ചക്ഷൻ എടുത്ത് ട്രിപ്പ് ഇട്ടിട്ട് പ്രസവിക്കുന്നത്. ഇത്രയും എല്ലാ സജ്ജീകരണങ്ങളും ഉള്ള ഈ ഒരു കാലത്ത് വീട്ടിനകത്ത് ആദ്യത്തെ പ്രസവമാണോ? അല്ല, 4 പിള്ളേരുള്ളൊരു തള്ളയാണ്. ഈ നാറിക്കൊക്കെ വേണ്ടി വെച്ചും വിളമ്പിയും കിടന്ന് വരെ കൊടുത്തിട്ട് ചെറ്റത്തരമല്ലേ കാണിക്കുന്നത്. ചോര വാർന്ന് അവർ മരിച്ചത്. അവനെ ആ കുഴിക്കകത്ത് തന്നെ ഇട്ടങ്ങ് മൂടുക, അല്ല വേറെ കാര്യമൊന്നുമില്ല. ഇനിയിപ്പം എന്താ പറഞ്ഞിട്ട് കാര്യമില്ല. മക്കൾക്ക് തള്ളയില്ലാതായി, അനാഥരായ മക്കൾ. ഈ നാറി ഇനി ഇറങ്ങിയാൽ വേറെ കിട്ടും. അല്ല എന്ത് ഉള്ള മുസ്ലിയാക്കന്മാരെയൊക്കെ പറയിപ്പിക്കാനായിട്ട് എടുത്തു. നമ്മുടെ ഊർ കാഫില. ഇവരെന്താ യുദ്ധത്തിന് വല്ലതും പോയോ? കാഫില എന്ന് പേരിടെ.